ഹരി ഓം. തിരുവനന്തപുരം ജില്ലയിലെ പുലിയർക്കോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, ശ്രീകാര്യത്ത് പുലിയർക്കോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തില് വാസുദേവ യജ്ഞത്തിന്റെ 5ാം ദിവസമായ ഇന്നും സഹസ്രനാമം കോടിയർച്ചന രാവിലെ 8 മണിക്ക് തന്നെ തുടങ്ങുകയുണ്ടായി. പ്രതീക്ഷിച്ചതിലും വളരെയധികം ഭക്തജനങ്ങളാണ് ഇന്നും കോടിയർച്ചന സമർപ്പിക്കാനായിട്ട് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. 5 ദിവസം കൊണ്ട് തന്നെ ഏകദേശം 65 ലക്ഷത്തോളം നാമങ്ങള് ഭഗവാന്റെ തൃപ്പാദത്തിലേക്ക് സമർപ്പിക്കാനായിട്ട് കഴിഞ്ഞു. ഇത്ര ചുരുങ്ങിയ കാലയളവിൽ ഇത്രയും ഭക്തജനങ്ങൾക്ക് ഭഗവാന്റെ നാമം ജപിച്ച് സമർപ്പിക്കാൻ പറ്റിയത് ഭഗവാന്റെ അനുഗ്രഹത്തിന്റെ ഏറ്റവും വലിയ ഉദാത്തമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇന്നും ദ്വാദശനാമ പൂജയും അതുപോലെ വാസുദേവ യജ്ഞത്തോടനുബന്ധിച്ച് ഗോമാതാ പൂജയും പശുവിനെയും കുട്ടിയെയും പൂജിക്കുന്ന ചടങ്ങ് ക്ഷേത്രത്തിന് നടക്കുന്നതാണ്. അവിടെ ദ്വാദശ ആയിട്ട് ഭാഗവതം പാരായണം ചെയ്ത് ഇന്ന് നരസിംഹ അവതാരമാണ് ഭാഗവതം പാരായണം ചെയ്ത് സമർപ്പിക്കുന്നത്. ഈ ധന്യമായ നിമിഷത്തിൽ എല്ലാ ഭക്തജനങ്ങളും കൂട്ടായ്മയായിട്ട് ഒന്നവിടെ നാമം ജപിക്കാനായിട്ട് എല്ലാവർക്കും കിട്ടിയ ഭഗവാൻ കൊടുത്ത ഈ അനുഗ്രഹം ജീവിതത്തിലെ ഏറ്റവും മൂല്യമുള്ള സന്ദർഭങ്ങളായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതാണ്. അതിനാൽ എല്ലാ ഭക്തജനങ്ങളും ഇതിൽ പങ്കെടുക്കാൻ പറ്റുന്ന എല്ലാ ഭക്തജനങ്ങളും കഴിയുന്നത്ര ഭക്തജനങ്ങളും ക്ഷേത്രത്തിൽ വന്ന് ഈ വിഷ്ണു സഹസ്രനാമ കോടിയർച്ചനയിൽ പങ്കെടുക്കണമെന്ന് എല്ലാവരോടും ഭഗവാന്റെ നാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. അത്ഭുതകരമായിട്ടുള്ള ക്ഷേത്രത്തില് ഒരുപാട് ചടങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് വാസുദേവ യജ്ഞത്തോടനുബന്ധിച്ച് നടക്കുന്നത്. ഇന്നലെ സന്ധ്യയ്ക്ക് ഗരുഡന്റെ സാന്നിധ്യം യജ്ഞശാലയിൽ എല്ലാവരെയും ഈശ്വര ചൈതന്യത്തിന്റെ അനുഭവ ആനന്ദം കണ്ട് ദർശനം ഏറ്റുവാങ്ങാനായിട്ട് എല്ലാവർക്കും സാധിച്ചു. ഭഗവത് സാന്നിധ്യം ഇത്രയ്ക്ക് ഉത്തമമായിട്ട് നിൽക്കുന്ന മുഹൂർത്തം, ധന്യമായ മുഹൂർത്തം എല്ലാവർക്കും ആനന്ദവും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു.